everyone, it's me Harsha and welcome back to our channel. ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഓൺലൈൻ ആയിട്ട് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസിന്റെ ഹോൾ വീഡിയോ ആണ്. നൈക്കയിൽ നിന്നുണ്ട്, ആമസോണിൽ നിന്നുണ്ട്, മീഷോയിൽ നിന്നുണ്ട് ആൻഡ് യെസ് അത്ര ഐറ്റംസ് ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ദാ ഇത് എനിക്ക് മീഷോയിൽ നിന്ന് വന്ന പാക്കറ്റാണ്. ഇതിന് വന്നത് എനിക്ക് ഒരു ജുംക്കയാണ് കേട്ടോ, ഇയറിങ്സിൻ്റെ പീസാണ്. ഇതൊരു ട്രിപ്പിൾ ലെയർ ജുംക്ക ഇയറിങ്സ് ആണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ജുംക്കാസ് എന്ന് പറയുന്നത്. സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ലതാണ്. ഓക്സിഡൈസ്ഡ് ആണ്. ഇങ്ങനെ ഒട്ടും വെയിറ്റ് ഇല്ല, കണ്ടില്ലേ, ഒട്ടും വെയിറ്റ് ഇല്ല, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ലോങ് ജുംക്കാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ചിക്കൻ കറി കുർത്താസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് നല്ല ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിക്കാണെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പം അത്ര നല്ലതായിരിക്കില്ല എന്ന്, ബട്ട് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലതാണ്. ഇതിൻ്റെ താഴത്തെ ഈ ബീഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, ഒന്നും പോയിട്ടില്ല. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഒരു ഇയറിങ്സിൻ്റെ പീസാണ്. ഇത് നല്ലൊരു പീസാണ്. സിൽവർ കളർ ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് അലോയ് ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ ഇത് ഇന്ത്യൻ വെയറിൻ്റെ കൂടെ ഫ്യൂഷൻ വെസ്റ്റേൺ എല്ലാത്തിൻ്റെ കൂടെയും നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ഹെവി ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ കാണാനായിട്ട് ഡിസൈൻ നല്ല ഭംഗിയാണ്. ഡിസൈൻ നല്ല ഭംഗിയാണ്. ചെക്ക് ഡിസൈൻ ആണ്. ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പീസ്. ഈ ഒരു വലിയ പാക്കറ്റ് ഇതാണ് വന്നത്. യെസ്, നല്ലതാണ്. പാക്കിംഗ് ഒക്കെ നല്ല കെയർഫുൾ ആയിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത്, കാരണം ഡാമേജ് ഒന്നും ആവാത്ത രീതിയിൽ. ഈ തേർഡ് നമുക്കൊരു വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു ജ്വല്ലറി ആണ്. സിൽവർ കളർ ഓക്സിഡൈസ്ഡ് ജുംക്കയാണ്. താഴെ വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഒരുപാട് വലിയ ജുംക്കയല്ല, എന്നാൽ ഒരുപാട് ചെറിയ ജുംക്ക, മീഡിയം സൈസിൽ വരുന്ന ജുംക്കയാണ് കേട്ടോ. ജുംക്കാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഡിസൈൻ ഭയങ്കര പോപ്പുലർ ആണ് കേട്ടോ. ആൻഡ് ഇതിൽ ഞാൻ വേറെ കളേഴ്സ് നോക്കി, പക്ഷേ എനിക്കിങ്ങനെ ഹുക്കുള്ളതിൽ പല കളേഴ്സ് ഡിഫറെൻറ്റ് കളർ കിട്ടിയില്ല. സ്റ്റഡ് ടൈപ്പ് ജുംക്കയിലാണ് കിട്ടിയത്. ഐ ഹോപ്പ് എവിടെയെങ്കിലും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ 1-2 ഷെയ്ഡ്സ് കൂടെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ഷെയ്ഡ്, അതായത് ഈ സിൽവറിൻ്റെ കമ്പാരിസണിൽ വേറെ ഒരു കളറും നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ പീസ്. അടുത്തതും എനിക്കൊരു ജ്വല്ലറിയുടെ പീസാണ് കാണിക്കാനുള്ളത്. ഇതാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇതിങ്ങനെ ഒരു നെക്ക് പീസാണ്, ചോക്കർ പീസാണ് കേട്ടോ. ചോക്കറായിട്ട് ഇടുന്നത് തന്നെ ആയിരിക്കും ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ. ത്രെഡിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ സിൽവർ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് ചെറിയൊരു ഇങ്ങനെ ഒരു മുത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു ജുംക്കയും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര കുഞ്ഞ് ഒരു പീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിനിമലിസ്റ്റിക് ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, ബട്ട് ഈ ഒരു റെഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ ഞാൻ ഇതാണ് വാങ്ങിച്ചത്. വലിയവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇടാനായിട്ട് നല്ലതാണ്, കാരണം മിനിമലാണ്. പിന്നെ അങ്ങനെ കഴുത്തിൽ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇത് നല്ലൊരു പീസാണ്. നെക്സ്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഓൺലൈൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, സർപ്രൈസ് ആയിട്ട് ഭയങ്കര ഒരു യാദൃശികമായിട്ട് കിട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. എനിക്ക് ഷോ യു ബോക്സ് ഫുൾ ഓഫ് ഇയറിങ്സ്. ഇത് ശരിക്കും 1 2 3 4 5 6 പീസ് ഓഫ് ഇയറിങ്സ് ഉണ്ട്. ഓക്കെ, 6 പീസ് ഓഫ് ഇയറിങ്സ് എന്ന് പറയുമ്പോൾ മോശമല്ല. ആൻഡ് ദാറ്റ് ടു ഇൻ എ വെരി ചീപ്പ് റേറ്റ്. ബട്ട് ചീപ്പ് റേറ്റ് ആണെങ്കിലും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഞാൻ ഓരോന്ന് എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് എല്ലാം ലോങ് ഇയറിങ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഉള്ള ഒരു ഷേപ്പിലുള്ള ഒരു ഇയറിങ്സ് ആണ്.
നെക്സ്റ്റ് നല്ലൊരു ഷെയ്ഡിലുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ബേബി പിങ്ക് ആൻഡ് ബ്ലൂവിൻ്റെ കോമ്പിനേഷനുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതും ബട്ടർഫ്ലൈ ഷേപ്പിലാണ്. താഴെ ചെറിയ മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് കേട്ടോ. കാഷ്വൽ വെയർസിന് അല്ലെങ്കിൽ ഓഫീസ് വെയറിനൊക്കെ പറ്റിയ ഒരു ഇയറിംഗ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ലോങ് ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ്. ഇതാ നല്ലൊരു ബ്യൂട്ടിഫുൾ പീസാണ്. റെഡ്, ബ്ലാക്ക് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷനുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈനുള്ള നല്ലൊരു ഇയറിംഗ്സ് ആണ്. മീൻസ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്, ഈവിൽ ഐ ആൻഡ് ഒരു ഷെല്ലിൻ്റെ ഡിസൈൻ ഉള്ള ഒരു ഇയറിംഗ്സ് ആണ് ഇത്. ഇതാ ഗ്രീൻ, സിൽവർ, ബ്ലൂ, യെല്ലോ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ്. സച്ച് എ ഡിഫറെൻറ്റ് പീസ്. നെക്സ്റ്റ് ആണെങ്കിലും ഇതാ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ്. പിങ്ക്, സിൽവർ, റെഡ്, ബ്ലൂ, യെല്ലോ ഒക്കെ ആയിട്ടുള്ളൊരു ഇയറിംഗ്സ് ആണ്. ഷെല്ലാണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ പ്രാവശ്യം ഷോപ്പ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഇയറിംഗ്സിൻ്റെ സെറ്റാണ്. ഞാൻ പറഞ്ഞു, ടു മൈ സർപ്രൈസ് ഇത് ഭയങ്കര റേറ്റ് കുറവായിരുന്നു. ഇതിൻ്റെ 6 പീസിൻ്റെ ഉണ്ട്, 4 പീസിൻ്റെ ഉണ്ട്, 2 പീസിൻ്റെ ഉണ്ട്, സിംഗിൾ ഉണ്ട്. ബട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 6 പീസിൻ്റെ ആണ് എനിക്ക് കുറച്ചും കൂടി ഒബ്വിയസ്ലി ലാഭമായിട്ട് തോന്നിയത്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സിൽവർ, ബ്ലാക്ക്, റെഡിൻ്റെ കോമ്പിനേഷനുള്ള നല്ലൊരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു ലോങ് ഇയറിംഗ്സ് ആണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ആണ്. ഓക്കെ, സ്കിൻ കെയറിൽ ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിച്ചത് ഈ ഒരു നിർവാസ ബ്രാൻഡിൻ്റെ AHA BHA എക്സ്ഫോളിയേറ്റിംഗ് സീറമാണ്. It is infused with 10% AHA and 2% BHA and lemon peel. Okay, ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ്. 30 ml പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഏജ് അക്കോർഡിംഗ് നമ്മുടെ എന്താ പറയുക സ്കിൻ കെയർ ചേഞ്ച് ചെയ്യണം. സോ റീസെൻ്റ്ലി ഐ ഹവ് ബീൻ യൂസിങ് ദിസ് എക്സ്ഫോളിയേറ്റിംഗ് സീറം ആൻഡ് ട്രസ്റ്റ് മീ ബെസ്റ്റ് റിസൾട്ട്സ് ആണ്. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് തോന്നും ആൻഡ് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് റിമൂവ് ആകും. ആൻഡ് സ്കിൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഏജ് അനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കാരണം ഒബ്വിയസ്ലി ഒരു കൊച്ചു കുഞ്ഞ് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ അല്ലെങ്കിൽ അതിൻ്റെ അഫക്റ്റ് ഒരു ടീനേജ് കുട്ടി ചെയ്യുന്ന സ്കിൻ കെയർ ഒരു 30+ അല്ലെങ്കിൽ ഒരു 35+ ആൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് അത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത്. സോ ഫിസിക്കൽ സ്ക്രബിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സിൻ്റെ ഒരു എറ ആണ്. സോ ഇങ്ങനെ 10% AHA 2% BHA ബെസ്റ്റ് ഒരു ബാലൻസ് ആണ് ഫോർ എനി എക്സ്ഫോളിയേറ്റിംഗ് സീറം. സോ ഇറ്റ്സ് ജസ്റ്റ് ഒരു സിറമാണ്. 10 minutes നമ്മൾ അപ്ലൈ ചെയ്യുക ആൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ല നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ദാറ്റ് വിത്തിൻ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം ഗങ്ക്, അഴുക്ക്, ഡേർട്ടൊക്കെ പോയി എന്നുള്ളത്. സോ ഇത് നല്ലൊരു പർച്ചേസാണ് for those who loves to do their skin care. നെക്സ്റ്റ് ഞാൻ 3 ലിപ്സ്റ്റിക് ആണ് വാങ്ങിച്ചേക്കുന്നത്. ഒരെണ്ണം സ്വിസ് ബ്യൂട്ടിയുടെ HD മാറ്റ് ലിപ്പ് റേഞ്ചിലുള്ള ഒരു ഷെയ്ഡാണ്. ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണത്. ഞാനത് ഇതിൻ്റെ സ്വാച്ച് ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്, കാരണം ഒബ്വിയസ്ലി അതാണ് നല്ലത്. മാർസിൻ്റെ പുതിയൊരു ലിപ്സ്റ്റിക് ആണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഇതാ ഇതിൽ എൻ്റെ ഷെയ്ഡ് ബെസ്റ്റ് ഷോർട്ടാണ്. നല്ലൊരു ന്യൂഡി പീച്ചി ന്യൂഡ് ഷെയ്ഡാണ്. ഇതും ഞാൻ ഷോർട്ട്സ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ് സ്റ്റെയിൻ മാറ്റിൻ്റെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഹേസൽ നട്ട്. ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ബട്ട് എങ്ങനെയോ ഒരു ടൈമിൽ നോക്കിയപ്പം നൈക്കിൽ ഇത് അവൈലബിൾ ആണ് ആൻഡ് ഗ്രാബ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എനിക്ക് കാണിക്കാനുള്ളത് ഇതാ നൈക്കയുടെ അടുത്തൊരു ബിഗ് പാക്കേജാണ്. ഇത് ഫുള്ളും ഫേസ് പാക്സ് ആണ് കേട്ടോ. ഇത് ഒരു കോംബോ ഓഫറിൽ കിട്ടിയതായിരുന്നു. ഇത് 1 2 3 4 5 6 7 പാക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ 7 പാക്കറ്റ്സ് ഉണ്ട്. ഇതിൽ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട്, കസ്തൂരി ടേമറിക് പൗഡർ ഉണ്ട്, നമ്മുടെ കസ്തൂരി മഞ്ഞൾ,
പിന്നെ അനാർ പൗഡർ ഇസ് പോമിഗ്രാനൈറ്റ് പൗഡർ. ദെൻ വി ഹാവ് ചന്ദൻ പൗഡർ. അപ്പം 7 പൗഡേഴ്സ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. സിംഗിൾ ആയിട്ടാണെങ്കിലും അതല്ല മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും. ഇപ്പം കസ്തൂരി ടോമറിക് ആണെങ്കിൽ നമുക്ക് ഏതൊരു പാക്കിൽ വേണമെങ്കിലും ഇടാം. നമ്മുടെ സ്കിന്നിന് ഉള്ള ഇഷ്യൂ അനുസരിച്ചിട്ട് നമുക്ക് പാക്ക് യൂസ് ചെയ്യാം. ഇപ്പം കേരളത്തിലെ ക്ലൈമറ്റ് ഭയങ്കര പൊള്ളുന്ന തീ പാർന്ന ചൂടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പുറത്ത് പോയിട്ട് വന്ന് കഴിയുമ്പോൾ നല്ല ടാനിങ് ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് റോസ് പൗഡർ, ചന്ദൻ പൗഡർ, കസ്തൂരി ടോമറിക് ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. അതല്ല ജസ്റ്റ് കാംനെസ്, നമുക്ക് ഒരു ഫേസിൽ ആൻറ്റി അലർജിക് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീം പൗഡർ യൂസ് ചെയ്യാം. അതല്ല ജസ്റ്റ് ഒരു നല്ലൊരു സൂതിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അനാർ പൗഡർ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്കിന്നിനുള്ള ഇഷ്യൂ അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഫേസ് പാക്സ് ഒക്കെ അങ്ങനെ ഭയങ്കര കുറവാണ് ഇടാറുള്ളത്. ബിക്കോസ് മോനുണ്ട്, ഒബ്വിയസ്ലി അത് കണ്ടു കഴിയുമ്പോൾ അവനത് വേണമെന്നോ ചിലപ്പോൾ പേടിക്കും. അത് കാരണം ഞാൻ ഭയങ്കര മിനിമമാണ് ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഐ തോട്ട് ഇനിയും യൂസ് ചെയ്തതിൽ ബിക്കോസ് എനിക്കെന്തോ ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്വന്തമായിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നും. ദറ്റ് യെസ് ഞാൻ ഇന്നെൻ്റെ സ്കിൻ കെയർ ചെയ്തു, അങ്ങനൊരു സന്തോഷം തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബിഗ് പാക്കറ്റ് വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ മേക്കപ്പ്, സ്കിൻ കെയർ ആൻഡ് ജ്വല്ലറിയുടെ. ഇനി നമുക്ക് കുറച്ച് ക്ലോത്ത്സിൻ്റെ നോക്കാം. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഫസ്റ്റ് ഞാൻ കുറച്ച് ലൗഞ്ച് വെയർ ആണ് വാങ്ങിച്ചത്. ലൗഞ്ച് വെയർ എന്നൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് പറയാമെന്നുണ്ടെങ്കിലും നൈറ്റ് വെയർസ്, അതായത് നമ്മുടെ പൈജാമാസ് നോർമൽ. ഓക്കെ, ഇത് 3ന്റെ കോംബോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 1, 2 and 3. 3 സെറ്റിൻ്റെ കോംബോ ആയിട്ടുള്ള ഫുൾ പാൻസ് ആണ്. ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇത് ചെക്കാണ് ഡിസൈൻ വന്നേക്കുന്നത്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിരുന്നു. ബട്ട് ഞാനിത് ലെങ്ത് കുറച്ചു ആൻഡ് ഒന്നുകൂടി ഒന്ന് ചെയ്യിപ്പിച്ചു. കാരണം നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ളത് അടുപ്പിക്കേണ്ടത് ഭയങ്കര ഒരു അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ലൗഞ്ച് പാൻസ് 3 പൈജാമാസാണ് ഞാൻ വാങ്ങിച്ചത്. നെക്സ്റ്റ് ഞാൻ 2 പലാസോൻ്റെ സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒന്ന് ബ്ലൂ കളർ ആൻഡ് ഒന്ന് മെറൂൺ ഷെയ്ഡിൻ്റെ ആണ് വാങ്ങിച്ചേക്കുന്നത്. കോട്ടൺ ആണ്. ഈ പലാസോസ് നമുക്ക് വീട്ടിലും ഇടാം, അതല്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുർത്തയുടെ കൂടെയൊക്കെ ഇടാനാണെങ്കിൽ അങ്ങനെയും ഇടാം. ഞാൻ വീട്ടിലിടാനുള്ള പേർപ്പസിലാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു കുർത്തയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് അതായത് കുറേ നാളായിട്ട് ഞാനിത് കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കി വാങ്ങിച്ചൊരു കുർത്തയാണ് കേട്ടോ. റേറ്റിൻ്റെ പ്രശ്നമല്ലായിരുന്നു, സൈസിൻ്റെ പ്രശ്നമായിരുന്നു. സ്മോൾ ഇല്ല, മീഡിയം ഇല്ല, ലാർജ് ഇല്ല, എക്സൽ ഇല്ല, ഡബിൾ XL സൈസ്. ആൻഡ് എനിക്ക് ലാർജ് സൈസാണ് കറക്റ്റ് വരുന്നത്. ബട്ട് ഞാൻ വിചാരിച്ചു whatever, നമുക്ക് ഡബിൾ XL തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഡബിൾ XL സൈസിൻ്റെ ഈ ഒരു കുർത്തയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു ടൊമാറ്റോ റെഡിൻ്റെ കുർത്തയുടെ കൂടെ സിൽവർ വർക്ക്, വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. റെഡിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഗോൾഡൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. ബട്ട് സിൽവറിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഔട്ട് ഓഫ് ദിസ് വേൾഡ് കോമ്പിനേഷനാണ് റെഡ് ആൻഡ് സിൽവർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പീസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കുർത്തയാണ്. സിമ്പിൾ കുർത്തയാണെങ്കിലും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഭംഗിയായത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. താഴത്തെ ബോർഡറിൽ സിൽവർ വർക്കാണ് ആൻഡ് ആംസിൽ സിൽവർ വർക്ക് ഉണ്ട് ആൻഡ് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്യാനായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഈ സൈസ് വാങ്ങിച്ചു ആൻഡ് ഞാനിത് നന്നായിട്ട് ഷേപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം നല്ല ലൂസായിരുന്നു എനിക്ക്. ആൻഡ് ഞാൻ ഇതിൽ കൂടുതൽ വണ്ണമൊന്നും ഞാൻ വെക്കാറില്ല. ഇച്ചിരി കാണുന്ന വല്ല വെയിറ്റ് കൂടുമെന്നല്ലാണ്ട് ഒരുപാട് അങ്ങനെ വണ്ണം വയ്ക്കുന്ന ആളാണ്. ക്ഷീണിച്ചു പോകുമായിരിക്കും, പക്ഷെ വണ്ണം വയ്ക്കുന്ന ആളാണ്. അപ്പം ഇത് എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോറ്റ് വാങ്ങിച്ചൊരു കുർത്തയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു കുർത്ത. അതിൻ്റെ കളറാണെങ്കിലും നമ്മുടെ യൂഷ്വൽ കാണുന്ന റെഡ് അല്ല, നല്ലൊരു ബ്രൈറ്റ്, നല്ലൊരു എന്താ പറയുക, ഡിഞ്ച റെഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു റെഡാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു
എന്താ പറയാ, ഇത് ഒരു ഷർട്ട് ടൈപ്പ് ലോങ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഹാഫ് സ്ലീവ്സ് ആണ്. ഇതാ ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഷർട്ട് പാറ്റേൺ ആണ്, കോളർ ഉള്ളത് മാത്രമാണ് കേട്ടോ. ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ഇത്. ഞാനിത് ലാർജ് സൈസിലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഈസി ബ്രീസി ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. സമ്മേഴ്സിനൊക്കെ പെർഫെക്റ്റ് ആണ് ഇങ്ങനത്തെ ലൂസ് ആയിട്ടുള്ള ഷർട്ട്സ് എന്നൊക്കെ പറയാനായിട്ട്. ഞാൻ ലാർജ് സൈസ് വാങ്ങിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എക്സൽ സൈസിൽ വാങ്ങിക്കായിരുന്നു. കാരണം അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇത് എക്സൽ സൈസിൽ വാങ്ങിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ ലൂസായിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു ടോപ്പ് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ യെസ്, അത്രയാണ് ഇന്നത്തെ നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. എല്ലാം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ. ആ ഒരു ഇയറിങ്സിൻ്റെ പീസ് ആണെങ്കിലും സെറ്റ് ഓഫ് ആ ഒരു 6 പെയർ ഓഫ് ഇയറിങ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ 2 കുർത്തയാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം ലിങ്ക്സ് ഒക്കെ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.